ക്രൈസ്തവ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള തീവ്രവാദ അജണ്ടകൾ വിലപ്പോവില്ലെന്ന് CBCI. യൂണിഫോമിന്റെ പേരിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് സംഘടിത തീവ്രവാദമാണെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ VC സെബാസ്റ്റ്യൻ പറഞ്ഞു. ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷണം നടത്തി വിവരങ്ങൾ നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് സ്കൂളിന് പോലീസ് സംരക്ഷണം നൽകിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളായി ചേരുന്നുണ്ട്. ആജ്ഞ, CBCI കൃത്യമായിട്ടുള്ള നിലപാട് അറിയിക്കുകയാണ്. ഇത് അജണ്ട വെച്ചുള്ള തീവ്രവാദ നീക്കങ്ങൾ അത് മുന്നോട്ട് പോകില്ല, അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് എന്താണ് അവർ വ്യക്തമാക്കുന്നത്? പ്രത്യേകിച്ചും ക്രൈസ്തവ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള തീവ്രവാദ അജണ്ടകൾ വിലപ്പോവില്ല എന്നാണ് ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. അങ്ങനെയാണ് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ യൂണിഫോം ഏത് തരത്തിൽ വേണം, അതല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റ് തീരുമാനിക്കുന്ന നിയമം എന്താണ്, അത് ഹൈക്കോടതി നിഷ്കർഷിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തന്നെയാണ് പോകുന്നത്. അത്തരം കാര്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങളിലേക്ക് ഈ മതപരമായ ചിന്തകൾ ഇൻഡോസ് ചെയ്യുകയും അതിനെ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടി മറ്റ് സംഘടനകളെ, തീവ്രവാദ വീക്ഷണമുള്ള സംഘടനകളെ അവരുടെ ഇതോടുകൂടി സമ്മതത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടുകൂടി അത്തരം തീവ്രവാദ സംഘടനകളെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ക്രൈസ്തവ മാനേജ്മെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തീവ്രവാദം ഇമ്പോസ് ചെയ്യാനുള്ള ശ്രമങ്ങളെ അനുവദിക്കില്ല എന്നാണ് ഈ ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഈ സംഘടിത തീവ്രവാദത്തിലൂടെയാണ് പള്ളുരുത്തി സ്കൂളിൽ ഈ അത്തരമൊരു, അതായത് തമ്മിൽ സ്കൂള് അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. അത് ജനാധിപത്യ മതേതരത്വ ഭരണ സംവിധാനത്തെ അവഹേളിക്കുന്നതും ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരാവകാശങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ളതാണെന്നാണ് അങ്ങനെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യൂണിഫോം ഏതായിരിക്കണം എന്നുള്ള തീരുമാനം സ്കൂളുകൾക്ക് തീരുമാനിക്കാമെന്ന് കോടതിയുടെ ഉത്തരവ് 2018 ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖിന്റെ വിധിയാണത്. അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആ ഒരു സാഹചര്യത്തിൽ കൂടി അതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് വലിയ, അതായത് തീവ്രവാദ അജണ്ടയോട് കൂടിയാണ് ഈ ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഷെവലിയർ VC സെബാസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ സ്കൂളിലെത്തിയ സാഹചര്യത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട, അതായത് അല്പസമയത്തിനകം അവിടെ നിന്ന് തത്സമയം ചേരുകയും ചെയ്യും. ക്രൈസ്തവ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള തീവ്രവാദ അജണ്ടകൾ, അതായത് ക്രൈസ്തവ സഭകളെ ലക്ഷ്യം വെച്ചുള്ള അത്തരത്തിലുള്ള നീക്കങ്ങൾ അത് നടക്കില്ല, വിലപ്പോവില്ല എന്നുള്ളതാണ് CBCIയുടെ പ്രതികരണം. യൂണിഫോമിന്റെ പേരിൽ നടപ്പാക്കാൻ ശ്രമിച്ചത് സംഘടിത തീവ്രവാദമാണെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലൈറ്റി കൗൺസിൽ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. ഷെവലിയർ VC സെബാസ്റ്റ്യൻ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണം നടത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നടക്കേണ്ടതുണ്ട്. ആജ്ഞ, ഇക്കാര്യം വ്യക്തമാണ്. ഇനി ഇപ്പോൾ സ്കൂളിൽ അവിടെ എന്താണ് അവർ പറയുന്നത്? എന്താണ് നിലവിൽ പ്രവർത്തനം? ഇന്നലെയും ഇന്നും നേരത്തെ അവധി പ്രഖ്യാപിക്കേണ്ടി വന്നിരുന്നു, പക്ഷേ ഹൈക്കോടതി ഇടപെട്ടു. ഇന്ന് സ്കൂൾ പ്രവർത്തിക്കും. വലിയ സുരക്ഷയിലാണോ സ്കൂൾ? തീർച്ചയായിട്ടും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇവിടെ പോലീസ് സുരക്ഷ വേണമെന്ന് കോടതി പറഞ്ഞിരുന്നു. അത് പ്രകാരം പോലീസ് സുരക്ഷ ഇവിടെ നിലവിലുണ്ട്. എന്തായാലും സ്കൂൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നേരത്തെ ഈ ഷെവലിയർ VC സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ തീവ്രവാദ സംഘടനകളുടെ കടന്നുകയറ്റമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അജണ്ട കൂടി നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഈ സ്കൂളിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നു. ആ ഒരു സാഹചര്യം കൂടി, അത്തരം ആരോപണങ്ങൾ കൂടി ശക്തമാകുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം AEO സ്കൂളിൽ സന്ദർശിച്ച് ഈ സ്കൂൾ അധികൃതരോടും കുട്ടിയുടെ പാരൻസിനോടും സംസാരിച്ചിരുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം AEOയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും DD ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക എന്നുള്ള കാര്യമാണ്. DD നമ്മളോട് അങ്ങനെയാണ് പ്രതികരിച്ചത്. അദ്ദേഹം തൽക്കാലം മീഡിയയോട് പ്രതികരിക്കാൻ തയ്യാറല്ല. എന്നിരുന്നാൽ പോലും AEOയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം പ്രതികരിക്കുക, അതിലൊരു തീരുമാനമുണ്ടാക്കുക എന്ന് പറഞ്ഞു. സ്കൂളിൽ മാനേജ്മെൻറ്റും പാരൻസും തമ്മിലൊരു ധാരണയിൽ എത്തിയ ശേഷം കുട്ടിയുടെ TC കൊടുത്തു വിടണോ, അതല്ലെങ്കിൽ അവർ തനിയെ TC വാങ്ങി പോകുന്ന സാഹചര്യമുണ്ടോ, അതല്ല സ്കൂൾ കുറച്ചുകൂടി ഈ കാര്യത്തിൽ സംയമനം പാലിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൽ അന്തിമ തീരുമാനം എത്തുക എന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണണം. കാരണം കുട്ടിക്ക് ഇവിടെ തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യത്തിന് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ചർച്ചയിലൂടെ ഉരുത്തിരിയുന്നതെങ്കിൽ അത് കുറച്ചുകൂടി ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനമായിരിക്കുമെന്നാണ്
വിദ്യാഭ്യാസ വകുപ്പും വിചാരിക്കുന്നത് അങ്ങനെയാണ്. അത് 2018 ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖിന്റെ വിധിയാണ്. സ്കൂൾ യൂണിഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്കൂളിന്റെ നിയമങ്ങൾ എങ്ങനെയെന്ന് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിക്കാതെ അതിനോട് ചേർന്ന് പോകാൻ പറ്റാത്തവർ വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങി പോകണം എന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ്. അത് 2022 കർണാടക ഹൈക്കോടതിയും അതേ വിധിയുമായി മുന്നോട്ട് പോയിരുന്നു. അതേ വിധി തന്നെ പുറപ്പെടുവിച്ചിരുന്നു. അങ്ങനെ ഒരു സാഹചര്യമാണ് സ്കൂൾ മാനേജ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്കൂളിൽ ഒരു കുട്ടിയെയും നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ഇമ്പോസ് ചെയ്യാറില്ല. പക്ഷേ അതേസമയം യൂണിഫോമിന്റെ കാര്യത്തിൽ ഇവർ മുടി 2 വശത്തേക്കും കെട്ടി റിബൺ കെട്ടണം എന്നുള്ളതാണ് സ്കൂൾ യൂണിഫോമിന്റെ ബൈലോ പറയുന്നത്. അങ്ങനെയാണ് സ്കൂൾ യൂണിഫോമിനെ പറ്റി ബൈലോയിൽ പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു സാഹചര്യം കണക്കിലാക്കുമ്പോൾ ഹിജാബ് ഇടുമ്പോൾ അത് മറഞ്ഞു പോകുന്നു, മുടി മറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് സ്കൂൾ അധികൃതരുടെ പരാതി. അതേസമയം സ്കൂളിലെ ടീച്ചർമാരുടെ, അതായത് സിസ്റ്റേഴ്സ് ആയിട്ടുള്ള ടീച്ചർമാരുടെ, കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ വേഷവിധാനം ഏത് തരത്തിലുള്ളതാണ് എന്നുള്ള വിമർശനങ്ങൾ വളരെ ശക്തമായുണ്ട്. അതേസമയം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നമ്മുടെ തന്നെ, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായി ഈ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അത് ഏലസ് ധരിപ്പിക്കുമോ, ചന്ദനക്കുറി ഇടുന്നത് പ്രശ്നമുണ്ടോ, അതല്ലെങ്കിൽ ഇത്തരത്തിൽ കന്യാസ്ത്രീ വേഷം ധരിച്ചിട്ടാണോ ഇത്തരത്തിലുള്ള വിമർശനങ്ങളുമായി വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതായത് ഒരാളുടെ മതത്തെ അംഗീകരിക്കുക കൂടിയുള്ള അവരുടെ മൗലിക അവകാശമാണ് എന്നുള്ളതാണ് കുട്ടിയുടെ പാരൻസിന്റെ നിലപാടതാണ്. അതേസമയം കഴിഞ്ഞ ദിവസം സ്കൂളിൽ വന്ന് കുറച്ചുപേർ ബഹളമുണ്ടാക്കിയതാണ് ഇത് വലിയ പ്രശ്നത്തിലേക്ക് മാറിയതും. ആ പ്രശ്നത്തിന് പരിഹാരമായി എന്നുള്ള നിലയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് കോടതി അടിയന്തരമായ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കോടതി ലോ ആൻഡ് ഓർഡർ പരിഗണിക്കണം, അതായത് അത് പിന്തുടരണം എന്ന് തന്നെയാണ് കോടതിയുടെ ഉത്തരവ്. മാത്രമല്ല സ്കൂളിന് പോലീസ് സുരക്ഷ നൽകണം എന്നുള്ള കാര്യവും കോടതി എടുത്തു പറയുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റിനോട് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് കുറച്ചുകൂടി സംയമനം ഇക്കാര്യത്തിൽ കാണിക്കണമായിരുന്നു, കുറച്ചുകൂടി പക്വത കാണിക്കണമായിരുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന സാഹചര്യം ഉണ്ടായി. അവിടെയാണ് പ്രശ്നം. ആജ്ഞ ഈ സ്കൂൾ അധികൃതർക്ക് എത്തരത്തിലാണ് അതിലൊരു പക്വതയും സംയമനം കാണിക്കാൻ കഴിയുക? ഒരു യൂണിഫോം നിശ്ചയിച്ചതാണ്, ആ യൂണിഫോമിനനുസരിച്ച് മുന്നോട്ട് പോയില്ലേ പറ്റൂ. ഇപ്പോൾ ഹിജാബ് ധരിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ, അത് സ്കൂൾ അനുവദിച്ച് നൽകുകയാണെങ്കിൽ, പക്ഷേ അവിടെ മുന്നോട്ടും അത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കാം, കൂടുതൽ പേർ രംഗത്തേക്ക് എത്താം. അത്തരമൊരു പ്രതിസന്ധി ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ട് മറ്റ് സ്കൂളുകൾക്കും അത് ഫോളോ ചെയ്യേണ്ടി വരും. എൽദോ, ഈ വിദ്യാഭ്യാസ വകുപ്പിന് മുന്നുള്ള കുട്ടിയുടെ പരാതി സ്കൂളിലെ അധ്യാപകർ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ്. കുട്ടിയുടെയും കുട്ടിയുടെ പാരന്റ്സിന്റെയും പരാതി വിദ്യാഭ്യാസ വകുപ്പിന്റെയും അതുപോലെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ആ പരാതി നിലനിൽക്കുന്നുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നത്. ഇവർ കൂടുതൽ ഇത് കാണിക്കണമായിരുന്നു എന്നുള്ളത്. കാരണം ഇപ്പോൾ ടീച്ചേഴ്സ് വളരെ മോശമായി കുട്ടിയോട് മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് പെരുമാറുന്ന സാഹചര്യം, സ്കൂൾ ഗേറ്റിന് മുന്നിൽ വെച്ചിട്ട് ആ കുട്ടിയെ തടഞ്ഞു നിർത്തി ഹിജാബ് അഴിപ്പിക്കുന്ന സാഹചര്യം, ഇത്തരം സാഹചര്യങ്ങളൊക്കെ അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പരാതിയാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മുന്നിലും നിലവിലുള്ളത്. ആ പരാതിയിന്മേലാണ് സ്കൂൾ മാനേജ്മെന്റ് അല്പം സംയമനം കാണിക്കണം, അല്ലെങ്കിൽ പക്വത കാണിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി വിദ്യാഭ്യാസ വകുപ്പ് വെച്ചത്. ആ വിഷയത്തിൽ കൂടി, അതായത് കഴിഞ്ഞ ദിവസം AEO സ്കൂളിലെത്തിയപ്പോൾ ആ വിഷയത്തിൽ കൂടി ഉള്ള പരാതി കൂടി പരിഗണിച്ചിട്ടാണ് കുട്ടിയുടെ പാരന്റ്സും അതുപോലെ മാനേജ്മെന്റും തമ്മിലുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേസമയം കുട്ടിയെ വേണമെങ്കിൽ TC കൊടുത്തു വിടുകയോ അതല്ലെങ്കിൽ അവർക്ക് TC വാങ്ങി പോവുകയോ ചെയ്യുന്ന സാഹചര്യത്തിന് തടസ്സമൊന്നുമില്ല. അതേസമയം മറ്റൊരു സ്കൂളിലേക്ക്, അതായത് മറ്റൊരു സ്കൂളിൽ നിന്നും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ സ്കൂളിലേക്ക് വന്ന കുട്ടിയാണെന്നാണ് ആ പാരന്റ്സിനെ പറ്റിയുള്ള ആരോപണം. അങ്ങനെ തന്നെയാണ്. അതായത് ഇതൊരു ആദ്യത്തെ ഇഷ്യൂ അല്ല, ഇത്തരത്തിൽ ഹിജാബുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടാക്കലും അങ്ങനെ അല്ല എന്നാണ് ആരോപണം. അങ്ങനെയാണ്, അത്തരം പറച്ചിലുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത് കുട്ടി പരാതിയുമായി രംഗത്ത് വന്നതുകൊണ്ടുള്ള ആരോപണമാണോ എന്നറിയില്ല. എന്നിരുന്നാലും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ കുട്ടി മുൻപും കുട്ടിയുടെ പാരന്റ്സ് മുൻപും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ആരോപണം ശക്തമാണ്. അതേസമയം ഇവിടെ സ്കൂളിന്റെ അന്തരീക്ഷത്തിൽ അതിന്റെ ഒരു ഡെക്കോറം തകർക്കുന്ന തരത്തിലേക്ക് കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് കുട്ടിയെ കൊണ്ട് ഹിജാബ് ധരിപ്പിക്കാത്തത് എന്താണ്, അല്ലെങ്കിൽ അത് അവരുടെ മൗലികാവകാശമാണ്, മതത്തെ അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ആളുകൾ ബഹളമുണ്ടാക്കിയത്. അത് ആ ഒരു സാഹചര്യത്തിൽ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂ തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് ഇക്വാലിറ്റി എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് യൂണിഫോം എപ്പോഴും അതിന്റെ പ്രതിനിധാനം ചെയ്യുന്നത്. യൂണിഫോം പ്രതിനിധാനം ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ സമത്വം ഉണ്ടാക്കുക, കുട്ടികളിൽ ആ ഒരു തോട്ടുണ്ടാക്കുക, അങ്ങനെ തന്നെയാണ്. അത് എല്ലാവർക്കും അത് ബാധകമാണ്. പക്ഷെ ചില ആളുകൾക്ക് മാത്രം ഇത്തരത്തിൽ അത് പറ്റില്ല, എൻ്റെ മതം ഇങ്ങനെയാണ്, അത് മറ്റുള്ള ആളുകൾക്കും അതല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കും, പ്രത്യേകിച്ചും പ്രായപൂർത്തിയാകാത്ത ആളുകളാണ്, മൈനറാണ്, അത്തരം കാര്യത്തിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ സ്കൂളിലെ ടീച്ചേഴ്സിനും അതുപോലെ അവരുടെ